നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗവും ഭരണസമിതിയിൽ. തയ്യൂർ പ്രദേശത്ത് റോഡിൽ മെറ്റൽ ഇളകിയ സംഭവം സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റീൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് CPMലെ AV ഗോപിനാഥ്, CPIലെ MU ഷിനിജ എന്നിവരെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾക്ക് താൽക്കാലികമായി തയ്യാറാക്കിയ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ രാവിലെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ പൂച്ചെണ്ട് നൽകിയും പൊന്നാട ചാർത്തിയും അനുമോദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവസ്വം ഓഫീസിൽ ഭരണസമിതി യോഗം ചേർന്ന ഗോപിനാഥിനെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കാലാവധി പൂർത്തിയാകാൻ 9 ദിവസം മാത്രം ശേഷിക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. 9 അംഗ ഭരണസമിതിയിൽ 6 പേരെ സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റു 3 പേർ സ്ഥിരാംഗങ്ങളാണ്. CPI പ്രതിനിധി KP വിശ്വനാഥന്റെ കാലാവധി 13-ന് അവസാനിക്കും. പാലക്കാട് സ്വദേശിയായ AV ഗോപിനാഥ് ആലത്തൂർ മുൻ MLA ആണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. MU ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. MA B.Ed ബിരുദധാരിയായ ഷിനിജ ചാപ്പാറ ഓറ ADFI സ്കൂളിൽ അധ്യാപികയായിരുന്നു. 2020-23 കാലയളവിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ അംഗത്തെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വനിതാ ദിനത്തിലാണെന്നതും പ്രത്യേകതയായി. ഭഗവാൻ വിളിച്ചാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായതെന്ന് AV ഗോപിനാഥൻ പറഞ്ഞു. ദേവസ്വം ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ഗോപി ആവശ്യപ്പെടുന്നത് അത് ഞാൻ തരാം എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ പല സ്ഥാനമാനങ്ങളും തരാൻ തയ്യാറായിരുന്നു. ഒരു സ്ഥാനവും ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. 35 വർഷമായി പുലർച്ചെ എണീറ്റ് ഗുരുവായൂരപ്പനെ ഭജിക്കാറുണ്ട്. ഭഗവാൻ എന്നെ വിളിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് വരാൻ ഞാൻ തയ്യാറായത്. ദേവസ്വത്തിന്റെ വീണുകിടക്കുന്ന ഒരു കല്ല് നീക്കം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ സമ്മതം വേണം. ഭക്തരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകും. നിലവിലെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഗോപിനാഥ് പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞിട്ടില്ല ഇതിന് പൂർവികർ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിന് ശേഷം ദേവസ്വത്തിന്റെ ചെയർമാൻ സ്ഥാനം പാലക്കാട്ടിലേക്ക് വരുന്നത് എൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ഇപ്പം നടാടെയാണ്. ഏതായാലും ചെലവാകാത്തത് എന്താ ചെയ്യാനുള്ള തടസ്സം എന്ന് പഠിച്ച് തടസ്സങ്ങൾ നീക്കി ആ പണം ചെലവിലുള്ള നടപടികൾ ഇവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാമല്ലോ, ഞാൻ ഒന്നിനെയും പേടിച്ച് പ്രവർത്തിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് വിശ്വാസം.
എരുമപ്പെട്ടി വേലൂർ റോഡിൽ പുതിയതായി ചെയ്ത BC പ്രതലത്തിന് തയ്യൂർ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകിയത് സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടൊപ്പം സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റെയിൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ തയ്യൂരിൽ പുതിയതായി ചെയ്ത BC പ്രതലം ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണിച്ച് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രനും വാർഡ് മെമ്പർ അൻസാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ഒരു കേടും സംഭവിക്കാത്ത റോഡിന് മുകളിൽ പുതിയ ടാറിംഗ് നടത്തിയത് അഴിമതി നടത്തുവാനാണെന്നും നിർമ്മാണത്തിലെ ക്രമക്കേടും അപാകതകൾ കൊണ്ടും റോഡ് പല ഭാഗങ്ങളിലും തകർന്നുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. പ്രതിഷേധം റീൽസാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് മരം കയറ്റുന്നതിനിടയിലാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും കുഴിയായി കിടക്കുന്ന ഭാഗത്ത് ടാർ ഇളകുന്നതിനു വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയതായി കണ്ടെത്തിയതായും കാണിച്ച് നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും കോൺഗ്രസ് ജനപ്രതിനിധികളും ഫണ്ട് അനുവദിച്ച MLAക്കെതിരെയും LDF സർക്കാരിനെതിരെയും നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് CPIM നേതാവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അബ്ദുൾ റഷീദ് പറഞ്ഞു. 8 വർഷം മുന്നേ BMBC നിലവാരത്തിൽ പണിതിട്ടുള്ള റോഡാണിത്. വേലൂര് തയ്യൂര് എരുമപ്പെട്ടി റോഡ് BC ഓവർലേ എന്ന പേരിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ റോഡിൽ കൾവർട്ടുണ്ട്, അതുപോലെ തന്നെ കടവന കയറ്റത്ത് അതിൻ്റെ സൈഡ് ആ പാടത്ത് വരുന്ന ഭാഗത്ത് അതിൻ്റെ സൈഡ് കെട്ടുകൾ വരും. അതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് മരം കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാക്ടറിൽ കൊണ്ടുവരികയും ആ മരം ഇവിടെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോട്ടിൽ വീഴുകയും ആ വീണതിൻ്റെ ഭാഗമായി റോഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. 8 വർഷം മുമ്പ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ വീണ്ടും BC ലെയർ ചെയ്യുന്നതിന് അന്നത്തെ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഉറപ്പു ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തി ചെയ്ത റോഡുകൾക്ക് ഉറയ്ക്കുവാൻ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. വാഹനങ്ങൾ ഓടിയാണ് റോഡ് സെറ്റാകുന്നത്. പാലം പണി നടക്കുന്ന ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചാരം കുറവാണ്. അതാണ് റോഡ് സ്മൂത്ത് ആവാത്തതിന് കാരണം. ടോറസ് ടിപ്പർ ലോറികൾ ഓടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡ് സെറ്റായി കഴിഞ്ഞു. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും റീൽസ് നാടകം കളിക്കുന്നതെന്നും റോഡിൽ കെമിക്കൽ ഒഴിച്ച് കുത്തിപ്പൊളിച്ചതാണെന്നും CPIMും DYFIയും ആരോപിച്ചു. റോഡ് തകർത്തതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AS ചന്ദ്രൻ, മെമ്പർമാരായ ബിന്ദു നന്ദൻ, അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, കവിത ബാബു, ജമീല രാജീവ്, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാതിരാത്രിയിൽ കെമിക്കൽ കൊണ്ടുവന്ന് ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വടി കൊണ്ട് തോണ്ടി അതിൻ്റെ ടാറിങ് അടർത്തി കളയുന്ന ഒരു റീൽസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ 10 വർഷമായി കുന്നംകുളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് വേലൂരും കുന്നംകുളത്തും ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശം നിറഞ്ഞ മത്സരത്തിനായി മണലൂർ മണ്ഡലം ഒരുങ്ങുന്നു. വരാനിരിക്കുന്ന മത്സരത്തിന്റെ വീറും വാശിയും പ്രകടമാക്കി മണ്ഡലത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ കൊഴുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിറകെ ചുവരെഴുത്തിനായി മതിലുകൾ പ്രവർത്തകർ ബുക്ക് ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ 3 മുന്നണികളും തങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത മതിലുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരെഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ട് പ്രചരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. LDF, UDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം വരാത്തതിനാലാണ് സ്ഥാനാർത്ഥികളുടെ പേരെഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇക്കുറി ജില്ലയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മണലൂർ. 3 മുന്നണികൾക്കായും പ്രമുഖർ സ്ഥാനാർത്ഥികളാകുന്നതാണ് മണ്ഡലത്തിന്റെ പ്രത്യേകത. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് LDFനായി മത്സരിക്കുന്നത്. UDFനായി മുൻ MP TN പ്രതാപനും NDAയ്ക്കായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും സ്ഥാനാർത്ഥികളാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ മുന്നണികൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് വരാൻ പോകുന്ന പോരാട്ടത്തിന്റെ ആവേശം വാനോളം ഉയർത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നിലെത്താനും സ്വന്തം അണികളുടെ ആത്മവിശ്വാസം ഉയർത്താനും 3 മുന്നണികളും മുന്നിട്ടിറങ്ങിയതോടെ ഇക്കുറി മണലൂരിന്റെ അങ്കത്തട്ടിൽ തീപാറുന്ന പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്.
കേന്ദ്ര സർക്കാർ ബജറ്റിൽ കടലാമ പരിപാലനത്തിന് തുക വകയിരുത്തിയതിനെ പുച്ഛിച്ചവർ നാളെ അതിന്റെ ഗുണമനുഭവിക്കുമ്പോൾ അഭിനന്ദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എടക്കഴിയൂരിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം ജില്ലയിലെ ആദ്യത്തെ മത്സ്യഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാരണം അവന്റെ വലയ്ക്കും അവന്റെ മത്സ്യബന്ധന രീതിക്കും ഇത് വളരെ വളരെ അനിവാര്യതയാണെന്നുള്ളത് കടൽ കർഷക സഹോദരങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരുടെ ഒന്നും ശാപം നിങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കരുത്. ടേർട്ടിൽ ട്രെയിൽസ് എന്ന് പറഞ്ഞ് കേന്ദ്ര ബഡ്ജറ്റിൽ ഒരിടം കണ്ടപ്പോൾ അതിൽ കേരളവും കർണാടകത്തിൻ്റെ ചില പ്രദേശങ്ങളും ഒഡീഷയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഇത്രയും പ്രദേശങ്ങളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു റിസർച്ച് നടന്നത് ഗുജറാത്തിലാണെന്നും അതിന്റെ പരിണിതഫലമായി അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി 10 ഇരട്ടി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യഗ്രാമ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ഗുണകരമായ പദ്ധതികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NK അക്ബർ MLA അധ്യക്ഷനായി. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, മുൻ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, PA ഷാഹുൽ ഹമീദ്, ഉഷ രവി, MK അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ 100 ഗ്രാമങ്ങളെയാണ് മത്സ്യഗ്രാമത്തിനായി തെരഞ്ഞെടുത്തത്. കേരളത്തിൽ 9 സ്ഥലങ്ങളിലാണ് മത്സ്യഗ്രാമം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെറ്റ് മെൻഡിംഗ് യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക്, മത്സ്യബന്ധന മെഷീൻ റിപ്പയർ കേന്ദ്രം, വനിതകൾക്കുള്ള സീഫുഡ് കഫ്തേരിയ ട്രക്ക് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. 6,91,00,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. കടങ്ങോട് 10 വയസ്സുകാരന് നായയുടെ കടിയേറ്റു. പാറപ്പുറം കരുവാത്ത് വീട്ടിൽ പ്രതീഷിന്റെ മകൻ ആദിദേവിനാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 12:30-ക്കാണ് പാറപ്പുറം സ്കൂളിനടുത്തുള്ള വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആദിദേവ് റോഡിലേക്കിറങ്ങിയ ഉടൻ മല്ലൻകുഴി വഴിയിൽ നിന്നും വരികയായിരുന്ന നായ കടിക്കുകയായിരുന്നു. വീട്ടിൽ വളർത്തുന്ന നായയാണ് ആക്രമിച്ചത്. വലിയ നായ പെട്ടെന്ന് കടിക്കാനായി ചാടിയപ്പോൾ കുട്ടി പേടിച്ച് നിലത്ത് വീണുരുണ്ടു. പിന്നീട് പരിസരവാസി വന്നാണ് നായയെ പിടിച്ചുകെട്ടിയത്. പരിക്കേറ്റ ആദിദേവ് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ജനപദത്തിലേക്കിറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു. രാജകീയ പ്രൗഢിയോടെ എഴുന്നള്ളിയ അമ്പാടി കണ്ണന് 100 കണക്കിന് നിറപറകളും നിലവിളക്കുകളും അലങ്കാരങ്ങളും ഒരുക്കി ഭക്തർ വരവേൽപ്പ് നടത്തി. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കു ശേഷമായിരുന്നു മരതകവർണ്ണൻ അഞ്ചാനകളുടെ അകമ്പടിയിൽ പുറത്തേക്ക് എഴുന്നള്ളിയത്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നിർവഹിച്ച ശേഷമായിരുന്നു പുറത്തേക്ക് എഴുന്നള്ളത്ത്. വർഷത്തിൽ പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് ദീപാരാധന നടത്തുന്നത്. മേൽശാന്തിക്കു പകരം ശാന്തിയേറ്റ കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരിയാണ് ദീപാരാധന നിർവഹിച്ചത്. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവകാശമുള്ളത്. തുടർന്ന് സ്വർണ്ണക്കോലം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ദേവസ്വത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ ശിരസ്സു നമിച്ച് സ്വർണ്ണക്കോലമേറ്റി. ദേവദാസ്, ബാലു, വലിയ വിഷ്ണു, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ ഇടംവലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുകൈകളോടെ തടിച്ചുകൂടിയിരുന്ന ഭക്തസഹസ്രം നാരായണനാമധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. കൃഷ്ണനാട്ടം കലാകാരന്മാർ ആയോധനവേഷം ധരിച്ച് വാളും പരിചയവുമായി ചുവടുവെച്ചതോടെ പഞ്ചാരിമേളത്തിന് കോലമർന്നു. 100 കണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരുന്ന മേളത്തിന് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അമരക്കാരനായി. വിസ്തരിച്ച പാണ്ടിമേളത്തിനു മുന്നിൽ കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, ഭജനസംഘം എന്നിവയും അണിനിരന്നു. എഴുന്നള്ളിപ്പിന് മുന്നിൽ ഓദിക്കൻ ഗ്രാമബലിയർപ്പിച്ച് നടന്നു. വെള്ളിക്കുത്തുവിളക്കുകളുമായി കഴകക്കാർ വഴിയൊരുക്കി. എഴുന്നള്ളിപ്പ് കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മടങ്ങിയതോടെ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും ഭക്തരും നിറപറയും നിലവിളക്കുമൊരുക്കി എഴുന്നള്ളിപ്പിനെ സ്വീകരിച്ചു.
കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. വൈകുന്നേരം 4:30 മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹ തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്കുഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും. തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ, മഞ്ഞൾപ്പൊടി എന്നിവ അഭിഷേകം നടത്തും. അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ചു തയ്യാറാക്കും. ഭക്തർ വഴിപാട് സമർപ്പിക്കുന്നതും അവകാശിയായ കിട്ടയുടെ കുടുംബം കൊണ്ടുവരുന്ന ഇളനീരുമാണ് ഇതിനായി ഉപയോഗിക്കുക. തന്ത്രി പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹ തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് പൂർത്തിയാകും. തുടർന്ന് ഓദിക്കന്മാർ, കീഴ്ശാന്തിമാർ എന്നിവരും ഭക്തരും ഊഴപ്രകാരം സ്നാനം നടത്തും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നത് പുണ്യമാണെന്നാണ് വിശ്വാസം. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ആറാട്ട് ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷ വാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹ തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ച ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രനടയടയ്ക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. നിത്യവും സ്വർണ്ണ ശ്രീകോവിലിൽ പള്ളിയുറങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ പള്ളിയുറക്കം ശ്രീകോവിലിന് പുറത്താണ്. ക്ഷേത്ര മുഖമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വെള്ളിക്കട്ടിലിൽ വിരിച്ച പട്ടുകിടക്കയിലാണ് ഭഗവാൻ പള്ളിയുറങ്ങുക. വെള്ളിക്കട്ടിലിനു ചുറ്റും മുളയറയിൽ ധാന്യങ്ങൾ മുളപ്പിച്ചത് നിരത്തിവെച്ച് ശയ്യാഗ്രഹമൊരുക്കും. അടിയന്തിരക്കാരായ പത്തുകാർ, വാര്യന്മാർ കാവലാളുകളായി ചുറ്റും കിടക്കും. മുളയറയിലെ കാടിന്റെ തണുത്ത കാറ്റിന്റെ ശീൽക്കാരമൊഴിച്ചാൽ ക്ഷേത്രവും പരിസരവും നിശബ്ദമായിരിക്കും. പള്ളിയുറക്കത്തിന് തടസ്സമാകാതിരിക്കാൻ രാത്രി ക്ഷേത്രത്തിലെ നാഴികമണി പോലും അടിക്കില്ല. ദിവസവും മണിക്കൂർ ഇടവിട്ട് അടിക്കുന്ന നാഴികമണി വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നിശ്ചലമാകുന്നത്. നാളെ പ്രഭാതത്തിൽ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ടാണ് ഗുരുവായൂരപ്പൻ പള്ളിയുണരുക. തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം എന്നിവ അവിടെ വെച്ച് തന്നെ നടക്കും. പൂജകൾക്ക് ശേഷം ഗുരുവായൂരപ്പനെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഗുരുവായൂരപ്പൻ നാളെ വളരെ വൈകി മാത്രമേ പള്ളി ഉറക്കമുണരൂ എന്നതിനാൽ രാവിലെ 8 മണിക്ക് ശേഷമേ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് അവസരമുണ്ടാകൂ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുപകർച്ച സമാപിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും ജീവനക്കാർക്കും വിരമിച്ചവർക്കുമാണ് പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ പകർച്ച നൽകുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായി 1.5 ലക്ഷത്തോളം പേർക്കുള്ള പകർച്ചയാണ് നൽകിയിരുന്നത്. ഇതിനു പുറമെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പ്രസാദഊട്ടും നടക്കുന്നുണ്ട്. ദിവസവും 20,000-ലധികം പേരാണ് പ്രസാദഊട്ടിനെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി 1/4 ലക്ഷത്തിലധികം ഭക്തരാണ് പ്രസാദഊട്ടിൽ പങ്കെടുത്തത്. പ്രസാദഊട്ടിനുള്ള വരി 1 കിലോമീറ്ററോളം നീണ്ടു. തെക്കേ ഇന്നർ റിംഗ് റോഡ് വഴി വരി കൗസ്തുഭം ഗസ്റ്റ് ഹൌസ് വരെ എത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ചാണ് ഭക്തർ നടപ്പാതയിൽ വരി നിന്നത്. ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേന്ന് മുതലാണ് പകർച്ചയും പ്രസാദഊട്ടും ആരംഭിച്ചത്. ദിവസവും രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന പ്രസാദഊട്ടിൽ 7 ദിവസം കഞ്ഞിയും പുഴുക്കും, പള്ളിവേട്ട ദിവസം കഞ്ഞിയും പയറുമാണ് വിളമ്പിയത്. ആറാട്ട് ദിവസം ചോറ്, സാമ്പാർ, പുളിയിഞ്ചി, ഉപ്പേരി, പപ്പടം, ഉപ്പിലിട്ടത് എന്നിങ്ങനെയാണ് വിഭവങ്ങൾ. ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്നത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദഊട്ടിനുമാണ്. 2,64,40,000 രൂപയാണ് ദേവസ്വം ഇത്തവണ പ്രസാദഊട്ടിനും പകർച്ചയ്ക്കുമായി ചിലവിട്ടത്. ഭക്തിയുടെയും കലയുടെയും സംഗമവേദിയായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടിയ തിരുവാതിരക്കളിക്ക് റെക്കോർഡോടെ സമാപനം. ഒരാഴ്ചയായി 2 വേദികളിലായി 992 സംഘങ്ങളാണ് തിരുവാതിര കളിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം സംഘങ്ങൾ ഉത്സവകാലത്ത് തിരുവാതിര അവതരിപ്പിക്കുന്നത്. നാരിമാർ വഴിപാടായാണ് തിരുവാതിര സമർപ്പിക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറിയതിനു ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവാതിരക്കളി ആരംഭിച്ചത്. കേരളത്തിന് പുറത്തു നിന്നടക്കം 2000-ഓളം അപേക്ഷയാണ് ഓൺലൈനായി ലഭിച്ചത്. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്കാണ് കളിക്കാൻ അവസരം നൽകിയത്.
ഇതിനായി രുദ്രതീർത്ഥക്കുളത്തിന് സമീപം വൃന്ദാവനം, നന്ദനം എന്നീ 2 സ്റ്റേജുകളാണ് ഒരുക്കിയിരുന്നത്. രാവിലെ 5-ന് ആരംഭിക്കുന്ന കളി രാത്രി 10-നാണ് സമാപിച്ചിരുന്നത്. 2 സ്റ്റേജുകൾക്ക് മുന്നിലും സദാസമയം കാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന കലാപരിപാടികളും സമാപിച്ചു. 5 വേദികളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടന്നിരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കാഞ്ഞിരക്കോട് പാലാ ബസ് സ്റ്റോപ്പിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കുപറ്റി. അമ്മയുടെ കൈവിരൽ മുറിഞ്ഞു തൂങ്ങി. കാഞ്ഞിരക്കോട് കാര്യമുക്കിൽ വീട്ടിൽ 32 വയസ്സുള്ള ഐശ്വര്യ, മകൻ 10 വയസ്സുകാരൻ ദേവാനന്ദൻ എന്നിവർക്കാണ് പരിക്ക്. ഐശ്വര്യയ്ക്ക് കാലിനും പരിക്കുണ്ട്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുണ്ടന്നൂർ ഭാഗത്തേക്ക് അമ്മയും കുഞ്ഞും സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്ര വാഹനവും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ 2 പേരെയും വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരത്തങ്കോട് പുതിയ മാത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. ഞായറാഴ്ച രാവിലെ നട തുറന്നതിന് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഉച്ചയ്ക്ക് 3 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ചെറുമുക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ ഉക്കൻസ് കുഞ്ചു ഭഗവതിയുടെ തിടമ്പേറ്റി. 4 മണിയോടെ ദേവസ്വം പൂരം ക്ഷേത്രത്തിലെത്തുന്നതോടെ പ്രാദേശിക കമ്മിറ്റികളുടെ വാദ്യാഘോഷത്തോടെയുള്ള ഗജവീരന്മാരുമായുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര പ്രദക്ഷിണ നടത്തി. 7 മണിക്ക് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 10ഓളം ഗജവീരന്മാർ അണിനിരന്നു. 8:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ തെയ്യം, തിറ, പൂതൻ, കാവടി തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്ര മൈതാനിയിലെത്തി സമാപിച്ചു. രാത്രി പൂരം ആവർത്തനവും പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കൃഷ്ണൻ നമ്പൂതിരി, സെക്രട്ടറി സതീശൻ, ട്രഷറർ മനോജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളുടെ അസാന്നിധ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുനിസിപ്പൽ പഞ്ചായത്ത് അധികാരം ആരംഭിച്ചിട്ടും യോഗത്തിൽ ജനപ്രതിനിധികളുടെ അസാന്നിധ്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും അതൃപ്തി പ്രകടിപ്പിച്ചു. തെരുവുനായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ABC പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് യോഗം അറിയിച്ചു. ചാവക്കാട് PWD റോഡുകളിലെ എഡ്ജുകളുടെ അപാകത പരിഹരിക്കുക, ഏനാമാവ് റോഡിൽ പാലയൂർ പള്ളിക്ക് സമീപം സ്ലാബുകൾ തകർന്നത് പരിഹരിക്കുക, ഓവുങ്ങൽ റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന മരം മുറിച്ചുമാറ്റുക, തീരദേശത്തെ അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നീ ആവശ്യങ്ങളും യോഗത്തിലുയർന്നു. പട്ടയ വിതരണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ കളക്ടറുടെ അംഗീകാരം നേടിയ ചാവക്കാട് തഹസിൽദാരെയും ജീവനക്കാരെയും യോഗം അഭിനന്ദിച്ചു. കൂടാതെ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ തൃശൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെയും യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. RP റഷീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ഹെഡ്ക്വാർട്ടേഴ്സ് VK ഗൗതമൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ KR സൂരജ്, KN റജുല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തോമസ് ചിറമൽ, KH ഷാഹുൽ ഹമീദ്, TP ഷാഹു, മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, CT ബാബു, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുന്ന വനിതകൾ. ഒരേ കുടുംബത്തിലെ 6 പേർ. ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടാം ചന്ദ്രികയെയും കുടുംബത്തെയും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ വേളയിൽ സ്ത്രീ ശക്തിയുടെ പ്രചോദന കഥയായി ശ്രദ്ധ നേടുകയാണ് ഒരു കുടുംബത്തിലെ 6 വനിതകൾ. വനിതാ ഡ്രൈവിംഗ് സ്കൂളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകി സമൂഹത്തിൽ ആത്മവിശ്വാസത്തിന്റെ വഴികാട്ടികളായി മാറിയിരിക്കുകയാണ് ഇവർ. തൃശൂർ അമല തോളൂരിലെ ഓടാട്ടിൽ ശേഖരൻ മീനാക്ഷി ദമ്പതികളുടെ മകൾ ചന്ദ്രികയാണ് ഈ വിജയകഥയുടെ ശില്പി. അനുജത്തിമാരും മക്കളും മരുമകളും ചേർന്നാണ് ഇന്ന് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശൂർ പാറപ്പുറത്ത് പ്രേമനാഥനെ വിവാഹം കഴിച്ചതിനു ശേഷം 1990-ൽ തൃശൂരിലെ കേരള ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന ചന്ദ്രിക 2 വീലർ, ഓട്ടോറിക്ഷ, കാർ എന്നിവയുടെ ലൈസൻസ് നേടി. തുടർന്ന് അവിടെ തന്നെ 6 വർഷത്തിലധികം പരിശീലകയായി പ്രവർത്തിച്ചു. സ്ത്രീകൾ വാഹനം ഓടിക്കാൻ പോലും മടിച്ചിരുന്ന കാലത്ത് ധൈര്യത്തോടെ റോഡിലിറങ്ങി മുന്നേറണം എന്ന വിശ്വാസത്തിലാണ് 1997-ൽ കുന്നംകുളം കാണിപ്പയ്യൂരിൽ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് ചാലിശ്ശേരിയിലും പരിശീലന കേന്ദ്രം ആരംഭിച്ചു. കഴിഞ്ഞ 15 വർഷമായി മുലയമ്പറമ്പത്തുകാവ് മൈതാനത്ത് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു. 29 വർഷത്തിന്റെ നിറവിൽ വനിതാ പരിശീലന കേന്ദ്രം നിരവധി സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തിന്റെ പാത തുറന്നു നൽകുകയാണ്.
തോളൂരിലെ അനുജത്തിമാരായ ലത അനിൽകുമാർ, സുനിത സജീവ്, അനുജത്തിയുടെ മകൾ ശ്രുതി സനൽ, ചന്ദ്രികയുടെ മകൾ പ്രസീത സുനിൽകുമാർ, മരുമകൾ സുമി പ്രവീൺ എന്നിവരും മകൻ പ്രവീണും ചന്ദ്രികയുടെ പാത പിന്തുടർന്ന് പരിശീലകരായി സജീവമായി രംഗത്തുണ്ട്. ജോലി തേടുന്ന യുവതികൾക്കും വീട്ടമ്മമാർക്കും റോഡിലിറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകുകയാണ് ഇവർ. ക്ലച്ചും ബ്രേക്കും പഠിപ്പിക്കുന്ന പരിശീലനം മാത്രമല്ല, ഭയവും ആശങ്കയും വിട്ടൊഴിയാനുള്ള ആത്മവിശ്വാസ പരിശീലനവുമാണ് ഇവിടെ നൽകുന്നത്. സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈവിറയ്ക്കുന്ന വീട്ടമ്മമാരെ ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിച്ചു മടങ്ങുന്ന നിലയിലേക്ക് എത്തിക്കുന്നതുവരെ പരിശീലകർ കൂടെയുണ്ടാകുന്നതാണ് ഇവരുടെ സവിശേഷത. കേച്ചേരി, മുല്ലശ്ശേരി, കുന്നംകുളം, ചാലിശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശ്രീഭദ്ര, ഹരിശ്രീ, വനിത എന്നീ പേരുകളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. പരിശീലനത്തിനൊപ്പം പഠനത്തിലും ചന്ദ്രിക ശ്രദ്ധേയയാണ്. 63-ാം വയസ്സിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ എ ഗ്രേഡ് നേടി അവർ പഠനത്തിലും മികവ് തെളിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്റ്റിയറിംഗ് പിടിച്ച് ധൈര്യത്തിന്റെ ദിശ കാണിക്കുന്ന ഈ 6 വനിതകൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനത്തിന്റെ വിളക്കുകളായി മാറുകയാണ്. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും, സ്ത്രീകൾക്ക് ഒരിക്കലും പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതല്ല ആഗ്രഹം. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ന്യായമായിട്ടുള്ളൊരു സ്ഥാനം, ചെയ്യുന്ന ഒരേ ജോലിക്ക് ന്യായമായിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് കിട്ടണം എന്നുള്ളത് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കൂ. ഇപ്പോൾ ഫിസിക്കലി നമ്മൾ ഒരിക്കലും അവരുടെ അത്ര എക്സേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അത് ബയോളജിക്കലി ഉള്ളൊരു ഇതാണ്, നമ്മുടെ ഘടന അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ചെയ്യുന്ന ഒരേ ജോലി സ്ഥലങ്ങളിലും എല്ലാം അതേ റെസ്പെക്റ്റ് കിട്ടണം എന്നുള്ളതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സംഗമത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അപർണ ബാലമുരളി മുഖ്യാതിഥിയായി. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദനി ആശ്രമത്തിലെ അംഗമായ ഫാദർ സാമുവൽ OIC, ബിംസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, റാന്നി ബദനി സ്കൂൾ പ്രധാനാധ്യാപിക ഉഷാകുമാരി, വിദ്യാർത്ഥി പ്രതിനിധി അലീന എന്നിവർ സംസാരിച്ചു. കോളേജിലെ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം നടത്തിയത്. കുന്നംകുളം നഗരസഭയിലെയും സമീപത്തെ ചൊവ്വന്നൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, പോർക്കുളം, കടവലൂർ, കാട്ടകമ്പാൽ എന്നീ 7 പഞ്ചായത്തുകളിലെയും വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വനിതാ സംഗമം നടത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെ സംഗമത്തിൽ ആദരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ആവേശത്തിൽ കുന്നംകുളം നഗരസഭ സ്ത്രീ ശക്തിയുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന വൈവിധ്യമാർന്ന പരിപാടികളാൽ ശ്രദ്ധേയമായിരുന്നു ഇത്തവണത്തെ ആഘോഷങ്ങൾ. കുടുംബശ്രീ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പെണ്ണ് എന്ന മ്യൂസിക് ആൽബം ചടങ്ങിലെ പ്രധാന ആകർഷണമായി മാറി. കുടുംബശ്രീ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സിന്ധു ഭദ്ര രചനയും സംവിധാനവും നിർവഹിച്ച ഈ ആൽബം നഗരസഭയിലെ വിവിധ മേഖലകളിൽ നേതൃപാടവം തെളിയിച്ച സ്ത്രീകളുടെ കരുത്തുറ്റ ജീവിതമാണ് ദൃശ്യവൽക്കരിക്കുന്നത്. രശ്മി പ്രദീപ് വരികൾക്ക് ഈണം നൽകി ആലപിച്ച ആൽബത്തിന്റെ പ്രകാശനം മുസാവരി ബംഗ്ലാവിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി കുന്നംകുളം നഗരത്തെ മാലിന്യമുക്തമാക്കാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഓടി നടക്കുന്ന ഐശ്വര്യശ്രീ, സേവനശ്രീ എന്നീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള അംഗീകാരമായി നഗരസഭ പുതിയ വാഹനങ്ങൾ കൈമാറി. സ്ത്രീകൾ ഉയരട്ടെ എന്ന സന്ദേശമുയർത്തി ആകാശത്തേക്ക് വർണ്ണബലൂണുകൾ പറത്തിയാണ് ആഘോഷങ്ങൾ ഉച്ചസ്ഥായിലെത്തിയത്. പരിപാടികളിൽ സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ ജോൺ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, മിനി മോൺസി, സുഭിക്ഷ, ചീഫ് കോർഡിനേറ്റർ അനിത, കൗൺസിലർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, CDS1, 2 ചെയർപേഴ്സൺമാർ, സുഭിക്ഷ ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്നു നടന്ന കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. വടക്കാഞ്ചേരി വ്യാസ കോളേജിലെ ഇന്റേൺ വിദ്യാർത്ഥികളും പരിപാടികളുടെ ഭാഗമായി.
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടന പരിപാടി കുന്നംകുളം CV ശ്രീരാമൻ സ്മാരക ലൈബ്രറി ഹാളിൽ നടന്നു. പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ C ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. തുല്യനീതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജെൻഡർ വിഷയസമിതി ചെയർപേഴ്സൺ പ്രൊഫസർ C വിമല മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ R ബ്രിനേഷ്, മെജോ ബ്രൈറ്റ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മേഖലാ സെക്രട്ടറി MK സോമൻ സ്വാഗതവും ജെൻഡർ വിഷയസമിതി മേഖലാ കൺവീനർ KK ശൈലജ ടീച്ചർ നന്ദിയും പറഞ്ഞു. നഗരസഭാ പരിധിയിലെ തീരദേശ മേഖലയുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമിട്ട് ചാവക്കാട് നഗരസഭ ആവിഷ്കരിച്ച വിപുലമായ പദ്ധതിക്ക് തുടക്കമായി. ചാവക്കാട് നഗരസഭയുടെ തെക്കേ അതിർത്തിയായ കടപ്പുറം പഞ്ചായത്ത് മുതൽ വടക്കേ അതിർത്തിയായ പുന്നയൂർ പഞ്ചായത്ത് വരെയുള്ള 23, 24, 27, 28, 30, 32, 33, 1 എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായുള്ള നടപടികളാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ പ്രത്യേക ആസൂത്രണ യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം 23, 24 വാർഡുകളിൽ ഉൾപ്പെടുന്ന മിനി വാഗമൺ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ജൈവ വൈവിധ്യവും ഗ്രീൻ ബെൽറ്റും നിലനിർത്തുന്നതിനും നഗരസഭ മുൻഗണന നൽകുന്നുണ്ട്. പ്രദേശം പൂർണ്ണമായും സുരക്ഷിതവും മാലിന്യമുക്തവും വിനോദസഞ്ചാര സൗഹൃദവുമാക്കി മാറ്റാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ തീരദേശ മേഖലയിൽ റവന്യൂ, പോലീസ്, കോസ്റ്റൽ പോലീസ്, ഫോറസ്റ്റ്, ഫിഷറീസ് വകുപ്പുകളുടെ സഹകരണത്തോടെ സമഗ്രമായ ലാൻഡ് സർവേ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. മിനി വാഗമൺ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതും സംരക്ഷിക്കേണ്ടതുമായ മരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണവും ഈ സർവേയുടെ ഭാഗമായി നടക്കും. നഗരസഭയുടെ ഈ ഉദ്യമത്തിന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും തീരദേശത്തെ മനോഹരമാക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. മർത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത്. MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി സ്കൂളിലേക്ക് വാങ്ങിയ ലാപ്ടോപ്പുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, ബ്ലോക്ക് മെമ്പർ KR പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA ഉണ്ണികൃഷ്ണൻ, സുഗിജ സുമേഷ്, UV ഗിരീഷ്, വാർഡ് മെമ്പർ അബ്ദുൾ റഹീം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, മുൻ ബ്ലോക്ക് മെമ്പർ KK മണി, പ്രിൻസിപ്പാൾ V സ്മിത, PTA പ്രസിഡന്റ് CM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂൾ സമിതി ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ വനിതാ സംഘടനകളുടെ സഹകരണത്തോടെ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന സന്ദേശമുയർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, CITU, അഖിലേന്ത്യാ കർഷക സംഘം, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, DYFI, SFI, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എന്നിവ സംഘടനകളുടെ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ കമ്മിറ്റി അംഗം AS പ്രേമലത അധ്യക്ഷയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സീത രവീന്ദ്രൻ, ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ, ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കർമ്മല ജോൺസൺ, രജനി മുരളീധരൻ, അഖില മുകേഷ്, ബിന്ദു ധർമ്മൻ, രാജി മണികണ്ഠൻ, ഉഷാദാസ്, K രമണി, ഷിബിത, ഷീബ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ കൈരളി വായനശാല കെട്ടിടം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷനിൽ അപ്പു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ്, ചാവക്കാട് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ്, പ്രസിഡന്റ് മുസ്തഫ PA, ജനപ്രതിനിധികൾ, വായനശാല പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ വനിതാ ദിനത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. കേച്ചേരി പന്നിത്തടം റോഡിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു.
ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, എക്സൈസ് ഓഫീസർ സുനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. 500ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് രാവിലെ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. കേച്ചേരി അക്കിക്കവ് ബൈപ്പാസിൽ കേച്ചേരി ജംഗ്ഷൻ മുതൽ ചെമ്മന്തിട്ട ക്ഷേത്രം വരെയും തിരിച്ചുമുള്ള ദൂരമാണ് മാരത്തോൺ നടന്നത്. വനിതാ ജനപ്രതിനിധികൾ, CDS ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ മാരത്തോണിൽ പങ്കാളികളായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയും അവകാശങ്ങളും എന്ന വിഷയത്തിൽ നിയമ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ PV സുമ ക്ലാസ് എടുത്തു. ചെയർമാൻ KR രാധിക അധ്യക്ഷയായി. കൺവീനർ പ്രീതി രാജേഷ്, പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, വിജിനി മനീഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ജനിച്ച അന്ന് തൊട്ട് മരണം വരെ നമുക്ക് ആ ഒരു മരിച്ചാലും അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ക്രിമിനേഷനൊക്കെ നടത്തണമെങ്കിൽ എങ്ങനെ അന്തസ്സായിട്ട് നടത്തണമെന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊരു മനുഷ്യനായി ജനിച്ച എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യാവകാശമുണ്ട്. ആ മനുഷ്യാവകാശത്തിൽ ഏറ്റവും നന്നായി പറയുന്ന അല്ലെങ്കിൽ പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒരു അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണാണോ പെണ്ണാണോ ലിംഗഭേദമന്യേ എല്ലാവരും ഈക്വലാണ്. എല്ലാവർക്കും തുല്യനീതി കിട്ടണം. എല്ലാവരും എല്ലായിടത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടണം. വനിതാ ദിനത്തിൽ മേരി ടീച്ചറെ ആദരിച്ച് അയ്യൂർ കോൺഗ്രസ് കമ്മിറ്റി. അംഗപരിമിതികൾ മാറ്റിവെച്ച് നിശ്ചയദാർഢ്യം കൊണ്ട് 44 വർഷം സ്വകാര്യ അധ്യാപക രംഗത്ത് സേവനം നൽകി ഒരുപാട് ശിഷ്യഗണങ്ങളെ സമ്പാദിച്ച വേറിട്ട വ്യക്തിയാണ് മേരി ടീച്ചർ. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ തന്റെ ഇഷ്ട തൊഴിലിനോടുള്ള ആഭിമുഖ്യമാണ് ടീച്ചർ ഈ വഴി തെരഞ്ഞെടുത്തത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ടീച്ചർക്ക് പൊന്നാട നൽകിയും ഉപഹാരം നൽകിയും ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുബ്രു അയ്യൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ സാംസൺ വാഴപ്പിള്ളി, CS സജു, രാജു അയ്യൂർ, NKS ജമാൽ, മുനീർ അയ്യൂർ, ചീരൻ ജെയ്സൺ, പണ്ടാരപ്പറമ്പിൽ കൊച്ചു, ഷാരോൺ രാജു, കണ്ടിരുത്തി വേലായുധൻ, MN മുരളി, ചാർലി പഴഞ്ഞി എന്നിവർ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിനത്തിന്റെ ഭാഗമായി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ സമുദായ ശാക്തീകരണ സംഗമവും പതാക ദിനവും നടത്തി. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് NO ഡേവിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന സെക്രട്ടറി AJ ജെയ്സൺ വിഷയാവതരണം നടത്തി. കൈക്കാരൻ AP ജോസ്, TA തോമസ്, AF ബാബു, AJ സജി, MA കുര്യൻ, CD തോമസ്, AK കൊച്ചൌസേപ്പ്, ഷീല തോമസ്, ഡെയ്സി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പാത്രിയാർക്ക പതാക പ്രയാണത്തിന് സ്വീകരണം നൽകി. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പൊന്നാനി കടപ്പുറത്തു നിന്നും വികാരി ഫാദർ എൽദോ ആലുക്ക, മുൻ സെക്രട്ടറി നിബു കുര്യൻ, ജേസൺ ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിന്നാരംഭിച്ച പാത്രിയാർക്ക പതാക പ്രയാണത്തിനാണ് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിലേത്. പള്ളിയിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പുവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വടക്കൻ പറവൂർ പള്ളി വികാരി ഫാദർ എൽദോ ആലുക്ക ധൂപ പ്രാർത്ഥന നടത്തി. കൊല്ലവർഷം 1660 കടൽമാർഗം യാത്ര ചെയ്ത് ബാവ ആദ്യം കേരളക്കരയിൽ ഇറങ്ങിയത് മലപ്പുറം പൊന്നാനി കടപ്പുറത്തായിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് പൊന്നാനിയിൽ നിന്നും ശനിയാഴ്ച ദീപശിഖ പ്രയാണം ആരംഭിച്ച് മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിനു ശേഷം ഞായറാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത്. തൃശൂർ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ ദീപശിഖ പ്രയാണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് വടക്കൻ പറവൂരിലെത്തും. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ ആചരിക്കും. ദീപശിഖ പ്രയാണം സ്വീകരണത്തിന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി.
വേലൂർ കിരാലൂർ GPM LP സ്കൂളിന്റെ 91ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. 36 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന റീന ടീച്ചർക്കും 40 വർഷത്തിലധികം സ്കൂളിലെ പാചകക്കാരിയായിരുന്ന ശ്രീപ്രഭയ്ക്കുമുള്ള യാത്രയയപ്പ് നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജമീല രാജീവ്, KV അഷ്ന, ഷൈനി ജിബിൻ, വാർഡ് മെമ്പർ കിഷോർ ബാബു, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ്, CRC കോർഡിനേറ്റർ ബിജോയ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. വാർഡ് മെമ്പർ EM സലീം അധ്യക്ഷനായിരുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 31 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചാവക്കാട് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിധി NP റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ഗഫൂർ കൊച്ചന്നൂർ, OSA പ്രസിഡന്റ് അബ്ദുൾ സലാം, കായിക അധ്യാപകൻ ഷാജി AK എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പാൾ അജിത PV സ്വാഗതവും HM ഇൻചാർജ് പുഷ്പഞ്ചി TP നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ ചേർന്ന യോഗം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രഭാഷക PC രേണുക മുഖ്യപ്രഭാഷണം നടത്തി. റോസിലി ടീച്ചർ അധ്യക്ഷയായി. കൺവീനർ ബീന, ഗീത, പ്രമീള, PI സൈമൺ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, KT ശ്രീനിവാസൻ, കയ്യുമു ടീച്ചർ, M രതി എന്നിവർ സംസാരിച്ചു. പെൻഷൻകാരുടെ നാടൻപാട്ട്, കവിതാലാപനം, ലളിതഗാനം എന്നീ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിനോദത്തിനും ശാരീരിക വളർച്ചയ്ക്കുമായി 4 റൈഡുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം അഞ്ഞൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തിൽ നിർവഹിച്ചു. വിദ്യാലയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് കിഡ്സ് പാർക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ V. ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിൽ സ്വരൂപിച്ച ചാരിറ്റി ഫണ്ട് ദിവ്യദർശൻ ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തേലിന് PTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, MPTA പ്രസിഡന്റ് ജിസ്മി സിൻഡോ, സ്കൂൾ ലീഡർ TV വിദ്യിക എന്നിവർ ചേർന്ന് കൈമാറി. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി C. പ്രസാദ്, N. ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് ഇടവക സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ കാരവൻ ക്യാമ്പ് നടത്തി. സെന്റ് തോമസ് LP സ്കൂളിൽ രാവിലെ 7:30 ആരംഭിച്ച ക്യാമ്പ് കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി കോൺഫറൻസ് പ്രസിഡന്റ് ഷൈജു ആളൂർ, പാലയൂർ ഫൊറോന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെക്രട്ടറി ജോസഫ് ആളൂർ, സീനിയർ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ, സിസ്റ്റർ അഞ്ജന, ഇടവക ട്രസ്റ്റി CU തോമസ് എന്നിവർ സംസാരിച്ചു. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മെഡിക്കൽ കാരവാന്റെ സഹായത്തോടെ പ്രമുഖ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. എക്കോ സ്ക്രീനിംഗ്, ഡിജിറ്റൽ ECG തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായി നൽകി. വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ഭാരവാഹികളായ ജോഷി നീലങ്കാവിൽ, ഉല്ലാസ് വാഴപ്പിള്ളി, ജോണി നീലങ്കാവിൽ, ദീപ ഗീവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കുറിഞ്ചൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്ര മേൽശാന്തി ശ്രീരാമസ്വാമി അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാസുദർശന ഹോമം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ PV പ്രസാദ്, സുരേഷ്, മനോജ്, ഗോപി, രാധാകൃഷ്ണൻ, കുട്ടൻ ഉള്ളന്നൂർ, മധുസൂദനൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെയും KCCF റിലീഫ് മിഷന്റെയും നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിർധനരായ രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. സന്ദർശനത്തിന് ആശുപത്രി ജീവനക്കാരി ബിന്ദു, പ്രസിഡന്റ് റിന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് മരത്തങ്കോട് മേരിമാത പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോഫി ചിറ്റ്ലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, കൈക്കാരൻ തോമസ് ചക്രമാക്കിൽ, യൂണിറ്റ് ഭാരവാഹികളായ ജോസ് ചിറ്റ്ലപ്പിള്ളി, ബേബി മേക്കാട്ടുകുളം, റോയ് അക്കര, രഞ്ജി മണ്ടുമ്പാൽ, ജാർലി റോബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര ടീം ഓഫ് ആനത്തലമുക്കിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ TM ഷാജി, പ്രസിഡന്റ് CK ആരിഫ്, സെക്രട്ടറി AK അലി, ട്രഷറർ മുനീർ, കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി. 500ഓളം പേർ പങ്കെടുത്തു. ചരമം. എരുമപ്പെട്ടി കുറ്റിക്കാട്ട് റപ്പായി മകൻ കൊച്ചുവർക്കി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. സോഫി ഭാര്യയും സനൽ അമൽ എന്നിവർ മക്കളുമാണ്.
കാഞ്ഞിരക്കോട് മേക്കാട്ടുകുളം പരേതനായ ലോനപ്പന്റെ മകൻ ബാലൻ എന്ന മാത്യു നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മറിയം ഭാര്യയും മിനി, ബെന്നി, ഡെന്നി, സീനി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി വീട്ടിൽ പരേതനായ കുര്യപ്പന്റെ ഭാര്യ കുഞ്ഞേത്തി നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. MK ജോസ്, വർഗീസ്, ഷീബ, ഷീജ, ഷെറിൻ എന്നിവർ മക്കളാണ്. തയ്യൂർ പരേതനായ എടാട്ടുപറമ്പിൽ കൃഷ്ണൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി 100 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തങ്ക, പരേതയായ പ്രേമ, മല്ലിക, വിശ്വംഭരൻ, ഭാരതി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി മുൻ MLA AV ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അംഗവും ഭരണസമിതിയിൽ. തയ്യൂർ പ്രദേശത്ത് റോഡിൽ മെറ്റൽ ഇളകിയ സംഭവം സ്വകാര്യ വ്യക്തി ട്രാക്ടറിൽ മരം കെട്ടി വലിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ റീൽസ് നാടകം കളിക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി CPM ജനപ്രതിനിധികളും നേതാക്കളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കായുള്ള ചുവരെഴുത്തുകളും പ്രചരണവും സജീവം. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.